السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ, അൽ ഈമാൻ ബിർ റസൂൽ എന്ന ഈമാൻ കാര്യത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഈമാൻ കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞത്. ഇനി ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്നത് അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുക, അൽ ഈമാൻ ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ്. അൽ മബഹസുൽ ഖാമിസ്, അഞ്ചാമത്തെ മബഹസ് ഫിൽ ഈമാൻ ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാൾ കൊണ്ടുള്ള വിശ്വാസത്തിലാണ്. അപ്പോൾ മൽ ഈമാൻ ചോദ്യം 60, മൽ യൗമുൽ ആഖിർ വമാ മാനൽ ഈമാൻ ബിഹി. അമ്മൽ യൗമുൽ ആഖിർ ഫഹുവ യൗമുൻ അളീമുൽ അഹ്വാലി തശീബു ഫീഹി അൽ അത്ഫാലു തഖൂമു الناس ഫീഹി മിൻ ഖുബൂരിഹിം വയുഹ്ശറൂന ഇലാ സഈദിൻ വാഹിദിൻ ലിൽ ഹിസാബി ثم يؤول أمرهم إلى النعيم أو العذاب. വൽ യൗമുൽ ആഖിർ എന്താണ് അന്ത്യനാൾ? വമാ മാനൽ ഈമാൻ ബിഹി, അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? വമാ മാനൽ ഈമാൻ ബിഹി, അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അമ്മൽ യൗമുൽ ആഖിർ, അപ്പോൾ അന്ത്യനാൾ, ഫഹുവ യൗമുൻ അളീമുൽ അഹ്വാലി, ഫഹുവ യൗമുൻ, അതൊരു ദിവസമാണ്, അളീമുൽ അഹ്വാലി, ഭീകരതകൾ വലിയതായ, ഹൗലുൻ ജമ അഹ്വാൽ, ഭീകരമായ അവസ്ഥ, അത് വലിയതായ ഒരു ദിവസമാണ്. തശീബു ഫീഹി, അതിൽ നരബാധിക്കും, അൽ അത്ഫാലു, കുട്ടികൾ, ഷാബെ ഷീബു, നരബാധിക്കുക. അപ്പോൾ കുട്ടികൾ വരെ കോലന്മാർ, ചെറിയ കുട്ടികൾ എന്താവുക, വയസ്സന്മാരെ പോലെ എന്താവുന്നു, നരം ബാധിച്ചവരാകുന്നു. തഖൂമുന്നാസു ഫീഹി മിൻ ഖുബൂരിഹിം, തഖൂമുന്നാസു, ജനങ്ങൾ എണീറ്റ് നിൽക്കും, ഫീഹി, ആ ദിവസത്തിൽ, മിൻ ഖുബൂരിഹിം, അവരുടെ ഖബറുകളിൽ നിന്ന്, വയഹ്ശറൂന, അവർ ഒരുമിച്ച് കൂട്ടപ്പെടും, ഇലാ സഈദിൻ വാഹിദിൻ, ഒരൊറ്റൊരു മരുഭൂമിയിലേക്ക്. സഈദ് എന്ന് പറഞ്ഞാൽ മരുഭൂമി, മണ്ണ് എന്നൊക്കെ അർത്ഥം. വാഹിദിൻ, ഒറ്റ ഒരു മരുഭൂമിയിലേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെടും, ലിൽ ഹിസാബ്, വിചാരണക്ക് വേണ്ടി. സുമ്മ യഊലു അംറുഹും, പിന്നെ അവരുടെ കാര്യം എത്തിച്ചേരും, ആലയൂലു എന്നാൽ എത്തുക, ഇല നഈമി അവിൽ അദാബ്, സുഖത്തിലേക്കും അതുപോലെ ശിക്ഷയിലേക്കും. സത്യവിശ്വാസികൾക്ക് സുഖങ്ങളും അവിശ്വാസികൾക്ക് ശിക്ഷയും എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. സുമ്മ യഊലു അംറുഹും, പിന്നെ അവരുടെ കാര്യം എത്തിച്ചേരും, ഇല നഈമി അവിൽ അദാബി, ശിക്ഷയിലേക്കും സുഖത്തിലേക്കും. അള്ളാഹു നമ്മളൊക്കെ സുഖങ്ങൾ അനുഭവിക്കുന്ന, ശിക്ഷകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെ പെടുത്തുമാറാവട്ടെ. അപ്പം ഇതാണ് അന്ത്യനാള്. ഇനി അതുകൊണ്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മൽ ഈമാൻ ബിഹി, അപ്പം അതുകൊണ്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഫഹ്വാദ് അത്തസ്ദീഖു, സത്യമാക്കലാണ്, ബിഅന്നഹു, തീർച്ചയായിട്ടും, ലാ ബുദ്ദ അൻ യഅതിയ, ആ ദിവസം വരാതിരിക്കൽ കൂടാതെ കഴിയുകയില്ല, ആ ദിവസം എന്തായാലും വരുമെന്ന് സത്യമാക്കലാണ്. വഅൻ യൽഹറ ഫീഹി, ആ ദിവസത്തിൽ വെളിവാകലാണ്, ജമീഉ മാ വറദ ഫിൽ ഖുർആനി വൽ ഹദീസി ഫീ ശഅനിഹി, വയൽഹറ ഫീഹി, ആ ദിവസത്തിൽ വെളിവാകലാണ്, ജമീഉ മാ വറദ ഫിൽ ഖുർആനി വൽ ഹദീസ്, ഖുർആനിലും ഹദീസിലും വന്ന ഒന്നിൽ നിന്നുള്ള എല്ലാം അതിൽ വെളിവാകും, ഫീ ശഅനിഹി, ആ അന്ത്യനാളിന്റെ കാര്യത്തിൽ, അന്ത്യനാളിന്റെ കാര്യത്തിൽ ഖുർആനിലും ഹദീസിലൊക്കെ, ഖുർആനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഹദീസിൽ എന്തൊക്കെ നിമിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അതെല്ലാം അതിൽ വെളിവാകുമെന്നും വിശ്വസിക്കലാണ്. അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കലാണ്. ഇനി അടുത്തത്, മാദാ തഅതഖിദു ഫിൽ യൗമിൽ ആഖിരി വമാ യതഅല്ലഖു ബിഹി, അന്ത്യനാളിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടതിലും നീ എന്താണ് വിശ്വസിക്കുന്നത്? മാദാ തഅതഖിദു, നീ എന്താണ് വിശ്വസിക്കുന്നത്? ഫിൽ യൗമിൽ ആഖിരി, അന്ത്യനാളിലും, വമാ യതഅല്ലഖു ബിഹി, അതുമായി ബന്ധപ്പെട്ടതിലും. أعتقد أولا بسؤال الخبر ثم بنعيمه وعذابه ثم بحشر الأجساد وأن الخلق كما بدأ يعاد ثم بالحساب والميزان ثم بإعطاء الكتاب إما باليمين وإما بالشمال ثم بالصراط ثم بدخول المؤمنين الجنة دار النعيم ودخول الكافرين جهنم دار العذاب الأليم. അതുപോലെ ഞാൻ ആദ്യമായിട്ട് വിശ്വസിക്കുന്നു ബിസ്ആലിൽ ഖബരി, ഖബറിലെ ചോദ്യം കൊണ്ട്, ഖബറിൽ ചോദ്യമുണ്ടാവുമെന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. സുമ്മ ബിനഈമിഹി, പിന്നെ സ്വർഗത്തിലെ സുഖങ്ങളെ കൊണ്ടും വിശ്വസിക്കുന്നു. അദാബിഹി, അല്ലെങ്കിൽ ആ സ്വർഗത്തിലെ ഖബറിലെ ശിക്ഷകൾ, സത്യവിശ്വാസികളാണ് ഈ സുഖങ്ങളും അല്ലെങ്കിൽ ശിക്ഷയും ഉണ്ടാവുമെന്നതിനെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. സുമ്മ ബി ഹശരിൽ അജ്സാദി, പിന്നെ ശരീരങ്ങൾ ഒരുമിച്ച് കൂടും, ഹശർ എന്ന ഒരുമിച്ച് കൂട്ടൽ, പിന്നെ ശരീരങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടുമെന്നത് കൊണ്ടും ഞാൻ വിശ്വസിക്കുന്നു. അന്നൽ ഖൽഖ, തീർച്ചയായിട്ടും സൃഷ്ടികൾ, കമാബുദി, സൃഷ്ടിപ്പ്, കമാബുദി, സൃഷ്ടിപ്പ് എന്നുണ്ട്, അത് തുടങ്ങപ്പെട്ടതുപോലെ അത് മടക്കപ്പെടുന്നതാണ്. അതായത് സൃഷ്ടികളൊക്കെ, മരിച്ച ആളുകളൊക്കെ വീണ്ടും ജീവിപ്പിക്കപ്പെടും, അവർക്ക് വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടും എന്നർത്ഥം. സുമ്മ ബിൽ ഹിസാബി വൽ മീസാൻ, പിന്നെ
അള്ളാഹു വിചാരണ ചെയ്യൽ കൊണ്ടും വിശ്വസിക്കലാണ്. അൽ മീസാനി തുലാസിൽ നന്മകളും തിന്മകളും തൂക്കുക എന്നതും ഉണ്ടാവൽ കൊണ്ട് വിശ്വസിക്കലാണ്. കിതാബ് ഇമ്മാ ബിൽ യമീൻ ഇമ്മാ ബിശ്മാൽ, പിന്നെ കിതാബ് അവരവരുടെ അമലുകൾ രേഖപ്പെടുത്തിയ കിതാബ് ഒന്നെങ്കിൽ വലത് കൈയിൽ അല്ലെങ്കിൽ ഷിമാൽ ഇടത് കൈയിൽ നൽകപ്പെടും എന്നതുകൊണ്ടും വിശ്വസിക്കലാണ്. സുമ ബിസ്സുറാത്തി, പിന്നെ അതെല്ലാം കഴിഞ്ഞ് നരകത്തിന്മേലുള്ള സിറാത്ത് പാലത്തിലൂടെയുള്ള വിട്ടുകിടക്കൽ, ആ സിറാത്ത് കൊണ്ടും വിശ്വസിക്കലാണ്. സുമ ബിദുഖൂൽ മിനിൽ ജന്ന, പിന്നീട് മിനികൾ സ്വർഗത്തിൽ പ്രവേശിക്കൽ കൊണ്ടും എന്ന് പറഞ്ഞാൽ അറിഞ്ഞ ഈ സുഖങ്ങളുടെ വീടായ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ടും, ദഖൂലിൽ കാഫിരീന, കാഫിരീങ്ങൾ പ്രവേശിക്കൽ, ജഹന്നമ നരകത്തിൽ, ദാറുൽ അദാബിൽ അലീം, വേദനാജനകമായ ശിക്ഷയുടെ വീടായ നരകത്തിലും പ്രവേശിക്കൽ ഉണ്ടാകും എന്നതുകൊണ്ട് വിശ്വസിക്കലാണ്. ثم بنعيمه وعذابه ثم بحشر الأجساد وأن الخلق كما بدأ يعاد ثم بالحساب والميزان ثم بإعطاء الكتاب إما باليمين وإما بالشمال ثم بالصراط ثم بدخول المؤمنين الجنة دار النعيم ودخول الكافرين جهنم دار العذاب الأليم. വേദനാജനകമായ ശിക്ഷയുടെ വീട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അടുത്തത് കൈഫ ഇഅ്തിഖാദുക ബിസുആലിൽ ഖബരി ثم نعيمه وعذابه. കൈഫ ഇഅ്തിഖാദുക, എങ്ങനെയാണ് നിന്റെ വിശ്വാസം? ബിസുആലിൽ ഖബരി, ഖബറിലെ ചോദ്യം കൊണ്ട്, ثم نعيمه, പിന്നെ ഖബറിലെ സുഖങ്ങളെ കൊണ്ടും, അദാബി, അല്ലെങ്കിൽ ഖബറിലെ ശിക്ഷകളെ കൊണ്ടൊക്കെയുള്ള നിന്റെ വിശ്വാസം എന്താകുന്നു? أعتقد أن الميت إذا وضع في قبره تعاد روحه إلى جسده بقدر ما يفهم الخطاب ويرد الجواب ثم يأتيه ملكان فيسألانه عن ربه ونبيه وعن دينه الذي كان عليه وعن الفرائض التي كان أمره الله تعالى بأدائها. أعتقد ഞാൻ വിശ്വസിക്കുന്നു അന്നൽ മയ്യിത്ത, തീർച്ചയായിട്ടും മയ്യിത്ത് ഇദാ ഉളിയ ഫീ ഖബ്രി, അവൻ ഖബറിൽ വെക്കപ്പെട്ടാൽ, തുആദു റൂഹുഹു, ആ മയ്യിത്തിന് റൂഹ് മടക്കപ്പെടുന്നതാണ്, ഇലാ ജസദിഹി, മയ്യിത്തിന്റെ ജസദിലേക്ക് റൂഹ് മടക്കപ്പെടുന്നതാണ്, ബിഖദ്രി മാ യഫ്ഹമുൽ ഖിതാബ, സംസാരത്തെ മനസ്സിലാകുന്ന ഒരു ഖദറിൽ, സംസാരത്തെ മനസ്സിലാകുന്ന രൂപത്തിൽ, മനസ്സിലാൻ പറ്റുന്ന രൂപത്തിന്റെ ഖദറിൽ അവനിലേക്ക് റൂഹ് തിരിച്ചു കൊടുക്കപ്പെടുന്നതാണ്. വയറുദ്ദുൽ ജവാബ, അവൻ മറുപടി കൊടുക്കും. റദ്ദുൽ ജവാബ് എന്ന് മറുപടി കൊടുക്കുക. സുമ്മയത്തിഹി, അപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കും. സുമ്മയത്തിഹി, പിന്നീട് ആ ഖബറിലുള്ള മയ്യത്തിന്റെ മേൽ വരും മലക്കാനി, രണ്ട് മലക്കുകൾ, ഫൈസലാനി, രണ്ട് മലക്കുകൾ അവരോട് ചോദിക്കും. മുൻകർ നക്കീർ, അവരോട് ചോദിക്കും. അൻ റബ്ബി, അവന്റെ രക്ഷിതാവാണ്, ആരത്തൊട്ട്, വാൻ നബി, അവന്റെ പ്രവാചകനെ തൊട്ട്, വാൻ ദീനിഹി അല്ലദീ കാന അലൈഹി, അവൻ നിന്ന് പോന്നിരുന്ന ദീനിനെ തൊട്ടും, അനിൽ ഫറാഇദ്, ഫറളുകളെ തൊട്ടും, അല്ലതീ കാന അമറുല്ലാഹു തആല ബിഅദാഇഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കാൻ വേണ്ടി കൽപ്പിച്ചിരുന്ന ഫറളുകളെ തൊട്ടും അല്ലാഹു എന്ത് ചെയ്യും? ആ മലക്കുകൾ ചോദിക്കുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ മലക്കുകൾ അവനോട് ചോദിക്കുന്നതാണ്. ഫൈൻ കാനൽ മയ്യിത്ത്, അപ്പോൾ ആ മയ്യിത്താണെങ്കിൽ, മിനല്ലദീന, ഒരുത്തരിൽ നിന്ന്, ആമനു, അവർ വിശ്വസിച്ചു, വഅമിലു സ്വാലിഹാത്തി, നന്മകൾ പ്രവർത്തിക്കുകയും ചെയ്ത ഒരുത്തരിലാണെങ്കിൽ, അജാബ അനിസ്സുആലി, ആ ചോദ്യത്തിന് തൊട്ടാൻ മറുപടി പറയും. തൗഫീഖില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് അവൻ മറുപടി പറയും. അഹ്സന ജവാബിന്, ഏറ്റവും നല്ല മറുപടി. മിൻ ഗൈരി ഖൗഫിൻ മിൻഹുമാ വലൽ തുറാബി, മിൻ ഗൈരി ഖൗഫിൻ മിൻഹുമാ, രണ്ട് പേരിൽ നിന്നും ഭയമില്ലാതെ, രണ്ട് മലക്കുകളെയും ഭയമില്ലാതെ, വലൽ തുറാബിൻ, ചാഞ്ചാട്ടമില്ലാതെ, അപ്പോൾ പേടിയോ ഭയമോ വെപ്രാളമോ, വെപ്രാളം അതൊന്നുമില്ലാതെ. ഫയക്ഷിഫുല്ലാഹു, അപ്പോൾ വെളിവാക്കും, അല്ലാഹു വെളിവാക്കും, അൻ ബസരി, അവന്റെ കണ്ണിനെ തൊട്ട്, അള്ളാഹു ആ കാഴ്ചയില്ലായ്മ, മരിച്ചെടുക്കാൻ മയ്യിത്തല്ല, അപ്പോൾ അവൻ കാഴ്ചയെ തൊട്ട് അള്ളാഹു വെളിവാക്കും. വയഫ്തഹു ലഹു, അള്ളാഹു അവന് തുറന്നു കൊടുക്കും, ബാബും മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകളിൽ നിന്നൊരു വാതിന്. ഫയഹുല്ലാ ബിൻ നഈമിൽ അദീമി, അപ്പോൾ വലിയതായ സുഖങ്ങൾ കൊണ്ട് ഭാഗ്യമുള്ളവനാക്കപ്പെടും. ഹദിയഹ്ലനരി, അർഹതപ്പെടുക എന്നർത്ഥം. വലിയ സുഖങ്ങൾ കൊണ്ട് അർഹനാക്കപ്പെടും. വയഖാലു, അവനോട് പറയപ്പെടും, ഹാദാ ജസാഉ മൻ കാന ഫീ ദുനിയാഹു അല സിറാത്തിൽ മുസ്തഖീം, എന്നിട്ട് അവനോട് പറയപ്പെടും, അതായത് ജസാഉ മൻ, ഒരുത്തന്റെ ശിക്ഷയാണ്, കാന ഫീ ദുനിയാഹു, അവന്റെ ദുനിയാവിലായിരുന്നു, അല സിറാത്തിൽ മുസ്തഖീം, നേരായ വഴിയുടെ മേലായിരുന്നു, നേരായ വഴിയുടെ മേലായ ഒരുത്തനിക്കുള്ള പ്രതിഫലമാണ് ദുനിയാവിൽ അങ്ങനെ ഉണ്ടായിരുന്നവരുടെ പ്രതിഫലമാണ് എന്നവനോട് പറയപ്പെടുകയും ചെയ്യും. ഇനി അതിന്റെ ഓപ്പോസിറ്റ്, വൈകാനൽ മയ്യിത്ത്, ഇനി ആ മയ്യിത്താണെങ്കിൽ, ഖബറിൽ കിടക്കുന്ന മയ്യിത്താണെങ്കിൽ, കാഫിറ, അള്ളാഹുവിനെ കൊണ്ട് കുഫർ കാണിച്ച നിഷേധിയാണെങ്കിലോ, മുനാഫിഖ്, അല്ലെങ്കിൽ കപട വിശ്വാസിയാണെങ്കിൽ, യദ്ഹഷു, അവൻ അമ്പരപ്പെടും, വിലായതിരി, അവൻ അറിയുകയില്ല, മായഖൂലു ഫിൽ ജവാബി, മറുപടിയിൽ എന്താണ് പറയുക എന്ന് അവൻ അറിയുകയില്ല. ഫയുഅദ്ദിബാനിഹി, ഇപ്പോൾ ആ മുൻകർ നക്കീർ, രണ്ട് മലക്കുകൾ അവനെ ശിക്ഷിക്കും. ഈനൈദിൻ, ആ സമയത്ത്, അശദ്ദൽ അദാബ്, ഏറ്റവും കഠിനമായ
ഏറ്റവും ശക്തമായ ശിക്ഷ അവർ രണ്ടുപേരെയും അള്ളാഹു അവരെ രണ്ടുപേരും അവനെ ശിക്ഷിക്കുന്നതാണ്. എന്നിട്ട് യക്ഷിഫുൻ ബസരി അവന്റെ കണ്ണിൽ തൊട്ട് വെളിവാക്കപ്പെടും. ഫയുഫ്തഹു ബാബു മിൻ അബ്വാബി ജഹന്നമ നരകത്തിന്റെ വാതിലുകളുടെ വാതിൽ അവന് തുറക്കപ്പെടുന്നതാണ്. വതനവ്വഉ ലഹു അൻവാഉൽ അദാബി വൽ അലമി. വതനവ്വഉ ലഹു അവന് വിവിധങ്ങളായി വരും. തനവ്വ എന്നാൽ തനവ്വു എന്നുള്ളിടത്ത് തനവ്വഉ ലഹു എന്നുള്ളിടത്ത് ഒരു താഴ്കളഞ്ഞതാണ്. അവന് വിവിധങ്ങളായിട്ട് വരും. മുള്ളാരിയാണ് കേട്ടോ. വതനവ്വഉ ലഹു അവന് വിവിധങ്ങളായി വരും. അൻവാഉൽ അദാബി വൽ അലമി ശിക്ഷയുടെയും വേദനയുടെയും വിവിധ ഇനങ്ങൾ. വയഖൂലാനി ലഹു എന്നിട്ട് രണ്ടുപേരും ആ രണ്ട് മലക്കുകൾ അവനോട് പറയും ഹാദാ ജസാഉ മൻ കഫറ ബിമൗലാഹു വത്തബഅ നഫ്സഹു വഹവാഹു. ഹാദാ ഇത് ജസാഉ മൻ ഒരുത്തന്റെ ശിക്ഷയാണ്, ഒരുത്തന്റെ പ്രതിഫലമാണ്. കഫറ അവൻ കുഫർ കാണിച്ചിരിക്കുന്നു. ബിമൗലാഹു തന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ കൊണ്ട് കുഫർ കാണിച്ചവന്റെ പ്രതിഫലമാണ്. വത്തബഅ നഫ്സഹു വഹവാഹു തന്റെ നഫ്സിനെയും ശരീരത്തിനെയും തന്റെ ആഗ്രഹങ്ങളെയും പിന്തുടർന്ന ഒരുത്തന്റെ പ്രതിഫലമാണ്. അതായത് ജസാഉൻ ഒരുത്തന്റെ പ്രതിഫലമാണ്. കഫറ ബിമൗലാഹു തന്റെ മൗലയായ അള്ളാഹുവിനെ കൊണ്ട് കുഫർ കാണിച്ചു. വത്തബഅ നഫ്സഹു വഹവാഹു തന്റെ നഫ്സിനെയും തന്റെ ഹവയെയും ആഗ്രഹത്തിനെയും പിന്തുടർന്ന ഒരുത്തന്റെ പ്രതിഫലമാണ്. അപ്പം ഇങ്ങനെയാണ് ഖബറിലുണ്ടാകുന്ന അവസ്ഥകൾ എന്നത് ഉണ്ടാവുക. അതുകൊണ്ടൊക്കെ വിശ്വസിക്കലാണ് ഖബറിലുള്ള സുഖങ്ങളെ തൊട്ടും അതുപോലെ ശിക്ഷയെ തൊട്ടുമൊക്കെയുള്ള വിശ്വാസം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവരും വളരെ ഉഷാറായിട്ട് അർത്ഥം വെച്ച് പഠിക്കട്ടോ. അർത്ഥങ്ങൾ അറിയാത്തതുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.